ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്യാൻ, കുഡ്, കുഡ് ഹാവ് ഇവ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും ഡെയിലി ലൈഫിൽ ഈ വേർഡ്സ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചുമാണ്. ആദ്യം നമുക്ക് ക്യാനിനെ കുറിച്ച് നോക്കാം. ഓരോരുത്തർക്കും പലതരത്തിലുള്ള കഴിവുകളുണ്ടല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളുടെ കഴിവുകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. എബിലിറ്റീസ് ഇൻ ദ പ്രസൻറ്റ്, ഇതാണ് ക്യാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂസ്. ഒരാളുടെ കഴിവുകൾ, ഇപ്പോഴുള്ള ഒരാളുടെ കഴിവുകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. എനിക്ക് നന്നായി പാട്ടുപാടാൻ കഴിയും. എനിക്ക് നന്നായി പാട്ടുപാടാൻ കഴിയും. കഴിയും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമുക്കുള്ള ഒരു എബിലിറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എങ്ങനെ നമുക്ക് പറയാം? എനിക്ക്, ഐ, കഴിയും എന്നതിനാണ് നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നത്. ഐ ക്യാൻ. പാട്ട് പാടുക എന്നുള്ളതിന് ഐ ക്യാൻ സിങ് വെൽ. നന്നായി പാടാൻ കഴിയും. ഐ ക്യാൻ സിങ് വെൽ. ഈസിയാണ്. ഇപ്പോഴുള്ള കഴിവ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ക്യാൻ സിങ് വെൽ. എനിക്ക് നന്നായി വായിക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ പോലെ തന്നെയാണ്. എനിക്ക് നന്നായി വായിക്കാൻ കഴിയും. എങ്ങനെ എഴുതാം? ഐ ക്യാൻ റീഡ് വെൽ. വായിക്കുക എന്നതിന് നമുക്ക് റീഡ് എന്ന് എഴുതാം. ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് ക്യാൻ. ഐ ക്യാൻ റീഡ് വെൽ. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. എങ്ങനെ എഴുതാം? ഐ ക്യാൻ ഹെൽപ്പ് യു. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. ഐ ക്യാൻ ഹെൽപ്പ് യു. എനിക്കിത് ചെയ്യാൻ കഴിയില്ല. എനിക്കിത് ചെയ്യാൻ കഴിയില്ല. ഇത്രയും നേരവും നമ്മൾ കഴിയും എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ സെൻറ്റൻസിൽ നമ്മൾ പറയുന്നത് കഴിയില്ല എന്നാണ്. കഴിയും എന്നതിന് ക്യാൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കഴിയില്ല എന്നതിന് ക്യാൻ പ്ലസ് നോട്ട് ചേർത്ത് നമ്മൾ കനോട്ട് എന്നാണ് പറയുന്നത്. കനോട്ട്, കഴിയില്ല. അപ്പോൾ നമുക്ക് എഴുതാം ഐ കാൺട്ട് ഡു ഇറ്റ്. ചെയ്യുക എന്നതിന് നമ്മൾ ഡു ആണ് ഉപയോഗിക്കുന്നത്. കാൺട്ട് എന്നത് കനോട്ട് എന്നതിൻ്റെ ഷോർട്ടായിട്ട് എഴുതുന്നതാണ്. അപ്പോൾ ഐ കാൺട്ട് ഡു ഇറ്റ്. കഴിയില്ല എന്നതിന് കാൺട്ട്. ഐ കാൺട്ട് ഡു ഇറ്റ്. ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. ഞങ്ങൾ എന്നതിന് വി. വി കാൺട്ട് ഹെൽപ്പ് യു. നിന്നെ. വി കാൺട്ട് ഹെൽപ്പ് യു. ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. നിനക്ക് നന്നായി എഴുതാൻ കഴിയുമോ? നിനക്ക് നന്നായി എഴുതാൻ കഴിയുമോ? ഇവിടെ ഒരു ചോദ്യമാണ്. കഴിയുമോ? ചോദ്യങ്ങൾ തുടങ്ങുമ്പോൾ സാധാരണ നമ്മൾ ഹെൽപ്പിംഗ് വെർബ് ആദ്യം എഴുതുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ചോദ്യം ക്യാൻ വെച്ച് എഴുതാം. ക്യാൻ യു റൈറ്റ് വെൽ? ക്യാൻ യു റൈറ്റ് വെൽ? നിനക്ക് നന്നായി എഴുതാൻ കഴിയുമോ? ക്യാൻ യു റൈറ്റ് വെൽ? നിനക്ക് നന്നായി പാടാൻ കഴിയുമോ? ക്യാൻ യു സിങ് വെൽ? നിനക്ക് നന്നായി പാടാൻ കഴിയുമോ? ക്യാൻ യു സിങ് വെൽ? നിനക്ക് നന്നായി ഡാൻസ് ചെയ്യാൻ കഴിയുമോ? ക്യാൻ യു ഡാൻസ് വെൽ? അപ്പോൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി ക്യാൻ നമുക്ക് ആദ്യം എഴുതിയാൽ മതി. അപ്പോൾ ക്യാനിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഇപ്പോഴുള്ള ഒരാളുടെ കഴിവിനെ കുറിച്ച് പറയാൻ നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. കഴിയും എന്ന് മാത്രമല്ല, കഴിയില്ല, കഴിയുമോ എന്നീ രീതിയിലേക്ക് മാറ്റി ചോദിക്കാനും ക്യാൻ ഉപയോഗിക്കാം. നമുക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ക്യാൻ ഉപയോഗിച്ചാണ് പറഞ്ഞത്. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ് പറയുക. അതായത് ഇപ്പോൾ പറ്റില്ല, പണ്ട് ചെയ്യുമായിരുന്നു എന്ന രീതിയിൽ പറയുമ്പോഴാണ് നമ്മൾ കുഡ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ പാസ്റ്റ് എബിലിറ്റീസ്, പണ്ടുണ്ടായിരുന്ന കഴിവുകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുഡ് ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കിയേ. എനിക്ക് നന്നായി ഡാൻസ് കളിക്കാൻ കഴിയുമായിരുന്നു. എനിക്ക് നന്നായി ഡാൻസ് കളിക്കാൻ കഴിയുമായിരുന്നു.
കഴിയുമായിരുന്നു, മുൻപ് ചെയ്യാൻ പറ്റിയിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് ഈ കാര്യം ചെയ്യാൻ നമുക്ക് പറ്റാറില്ല. അപ്പോൾ പാസ്റ്റ് എബിലിറ്റി ആണ് നമ്മൾ എഴുതുന്നത് കുഡ് ഉപയോഗിച്ചിട്ടാണ്. I could dance well. I could dance well. കഴിയും എന്നർത്ഥത്തിൽ നമ്മൾ can ആണ് ഉപയോഗിച്ചത്. കഴിയുമായിരുന്നു എന്നതിന് നമ്മൾ could ആണ് ഉപയോഗിക്കുന്നത്. I could dance well. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ചെറുപ്പത്തിൽ എനിക്ക്, when I was young. ചെറുപ്പത്തിൽ എനിക്ക് നന്നായി സൈക്കിൾ ഓടിക്കാൻ കഴിയുമായിരുന്നു. I could ride a bicycle very well. I could ride a bicycle very well. When I was young, I could ride a bicycle very well. എനിക്ക് നന്നായി നീന്താൻ കഴിയുമായിരുന്നു. എനിക്ക് നന്നായി നീന്താൻ കഴിയുമായിരുന്നു. എങ്ങനെ എഴുതാം? I could swim well. എനിക്ക് നന്നായി നീന്താൻ കഴിയുമായിരുന്നു. അപ്പോൾ പാസ്റ്റിൽ ഉണ്ടായിരുന്ന നമ്മളുടെ ഒരു കഴിവിനെ കുറിച്ച് പറയാനാണ് നമ്മൾ could ഉപയോഗിച്ചത്. നിനക്ക് ഇതിലും നന്നായി പഠിക്കാൻ കഴിയുമായിരുന്നു. നിനക്ക് ഇതിലും നന്നായി പഠിക്കാൻ കഴിയുമായിരുന്നു. ഇവിടെ നോക്കിയേ, ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അർത്ഥം പാസ്റ്റിലുണ്ടായിരുന്ന ഒരു എബിലിറ്റിയെ കുറിച്ചല്ല. നമ്മൾക്ക് കിട്ടിയ ഒരു അവസരം നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നു, പശ്ചാത്തപിക്കുക എന്ന് പറയാം അല്ലേ. അപ്പോൾ അത്തരമൊരു റിഗ്രറ്റിൽ നിന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ കഴിയുമായിരുന്നു എന്ന് പറയുന്നത്. നിനക്ക് ഇതിലും നന്നായി പഠിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ചെയ്യാനൊരു അവസരം ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്തില്ല. അപ്പോൾ ആ റിഗ്രറ്റിൽ, പശ്ചാത്താപത്തിലാണ് നമ്മളിവിടെ കഴിയുമായിരുന്നു എന്ന് പറയുന്നത്. ഈ സിറ്റുവേഷനിൽ നമ്മൾ കുഡ് അല്ല ഉപയോഗിക്കുന്നത്, പകരം കുഡ് ഹാവ് ആണ്. ശ്രദ്ധിക്കണം, ഇവിടെ കഴിയുമായിരുന്നു എന്ന് പറയുന്നത് കഴിവല്ല, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു അവസരത്തെ, ചാൻസിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കുഡ് ഹാവ് ആണ്. ഇനി ഇതെങ്ങനെ എഴുതാം? നിനക്ക് ഇതിലും നന്നായി പഠിക്കാൻ കഴിയുമായിരുന്നു. അപ്പം എങ്ങനെ എഴുതാം? നിനക്ക്, യു കുഡ് ഹാവ്, ഷോർട്ടാക്കി ഇങ്ങനെ എഴുതുന്നുള്ളൂ. യു കുഡ് ഹാവ് സ്റ്റഡീഡ് ബെറ്റർ. ഇതിലും നന്നായി പഠിക്കാൻ കഴിയുമായിരുന്നു. യു കുഡ് ഹാവ് സ്റ്റഡീഡ് ബെറ്റർ. നിനക്കവനെ സമാധാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. നിനക്കവനെ സമാധാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. ഇവിടെയും നഷ്ടപ്പെടുത്തിയൊരു അവസരത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം, യു കുഡ് ഹാവ് calmed him down. You could have calmed him down. നിനക്കവനെ സമാധാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. നിനക്കത് പറയാൻ കഴിയുമായിരുന്നു. നിനക്കത് പറയാൻ കഴിയുമായിരുന്നു. എങ്ങനെ എഴുതാം? You could have said that. You could have said that. നിനക്കത് പറയാൻ കഴിയുമായിരുന്നു. എപ്പോഴോ പറയാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യത്തിൽ പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ റിഗ്രറ്റിൽ പറയുന്നത് കൊണ്ട് കുഡ് ഹാവ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കുഡ് ഹാവിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും V3-യിലായിരിക്കും. കുഡ് ഹാവിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും V3-യിലായിരിക്കും. V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിൻ്റെ മൂന്നാമത്തെ രൂപം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ക്യാൻ, കുഡ്, കുഡ് ഹാവ് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.